മനുഷ്യന്റെ ബുദ്ധിയും യുക്തിയും ചിന്തയും സ്വന്തം ശരീരം മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചാലും നമുക്ക് ബോധ്യമാവുന്ന ഒരു കാര്യം ഈ പ്രപഞ്ചത്തിനും മനുഷ്യനും എല്ലാം കൂടി ഒരേ ഒരു ദൈവമേ ഉള്ളൂ എന്നാണ്. അല്ലാതെ ഓരോ ജാതിക്കും, ഓരോ മതത്തിനും, ഓരോ രാജ്യത്തിനും, ഓരോ പഞ്ചായത്തിനും വെവ്വേറെ ദൈവം ഉണ്ട് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഒരാളും കരുതില്ല. ഒരു മെഡിക്കൽ വിദ്യാർത്ഥിക്ക് ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുള്ള ഒരു മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ച് പഠിച്ചാൽ മതി. അവന് ലോകത്ത് എവിടെ പോയും ഡോക്ടറായി ജോലി ചെയ്യാം, ചികിത്സിക്കാം. കാരണം ശരീരത്തിനകത്തുള്ള എല്ലാ അവയവങ്ങളും ഒന്ന് തന്നെയാണ്, അതിൻ്റെ പ്രവർത്തനം ഒന്ന് തന്നെയാണ്, അതിൻ്റെ ക്രമവും എല്ലാം ഒന്ന് തന്നെയാണ്. കാരണം ഇതെല്ലാം ഒരേ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളാണ്. ഈ ഒരു ബോധ്യം മനുഷ്യന് നല്ല രീതിയിൽ ഉണ്ടായാൽ നമ്മളെ നാട്ടിലുള്ള വെറുപ്പും വർഗീയതയും എല്ലാം താനെ ഇല്ലാതാകും. മതത്തിൻ്റെ പേരിൽ മറ്റൊരാളെ ദ്രോഹിക്കുമ്പോൾ അല്ലെങ്കിൽ വെറുക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ തിരിയുന്നത് ദൈവത്തിൻ്റെ തന്നെ മറ്റൊരു സൃഷ്ടിക്കെതിരെയാണ്. ദൈവത്തിന് ജാതിയും മതവും ഒന്നുമില്ല, എല്ലാം അവൻ്റെ സൃഷ്ടിയാണ്. എല്ലാവരെക്കുറിച്ചും അവൻ്റെ കരുതലും സ്നേഹവും ഒന്നു തന്നെയാണ്. നാം മറ്റൊരു മനുഷ്യനെതിരെ അക്രമം പ്രവർത്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം ആക്രമിക്കുന്നത് നമ്മെ തന്നെയാണ്. കാരണം ദൈവം നമ്മളെപ്പോലെ തന്നെ കാണുന്ന ഒരു സൃഷ്ടിക്കെതിരെയാണ് നമ്മൾ തിരിയുന്നത്. അതിന് നമ്മൾ സമാധാനം പറയേണ്ടി വരും. ഈ ഒരു ബോധ്യം നന്നായി നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ നാട്ടിലെ വർഗീയതയ്ക്കും വെറുപ്പിനെയും പ്രതിരോധിക്കാൻ അതിന് കഴിയും. പ്രവാചകന്റെ ഒരു വചനം കൂടി ഞാനിപ്പോൾ ഓർക്കുന്നു. പ്രവാചകൻ വിശ്വാസികളായ മുസ്ലിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്താഗ്രഹിക്കുന്നുവോ അത് നിങ്ങളുടെ സഹോദരന് വേണ്ടിയും ആഗ്രഹിക്കുന്നതുവരെ നിങ്ങളാരും വിശ്വാസികളാകില്ല. ഇവിടെ പ്രവാചകൻ ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ ഒന്നും പറഞ്ഞില്ല. മുസ്ലിങ്ങളോട് മാത്രമായി പറയുമ്പോൾ പ്രവാചകൻ ഉപയോഗിക്കുന്ന വാക്ക് വിശ്വാസികളെ എന്നാണ്. ഇവിടെ സഹോദരൻ എന്ന വാക്കിലൂടെ മുഴുവൻ മനുഷ്യരെയുമാണ് പ്രവാചകൻ അർത്ഥമാക്കുന്നത്. അങ്ങനെ തന്നെയാണ് പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചത്. ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം ശരിയാകണമെങ്കിൽ അവന് വേണ്ടി എന്താഗ്രഹിക്കുന്നുവോ അത് മറ്റു മനുഷ്യർക്കും വേണ്ടി കൂടി ആഗ്രഹിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് അവൻ എത്തണം.